അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ടോ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പക്ഷി ശില്പത്തിന്റെ മുന്നിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. എനിക്ക് ശരിക്കും രാമായണത്തിലെ ചില ഏടുകളിലൂടെ സഞ്ചരിക്കുന്ന ഒരു അനുഭവമായിരുന്നു. ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ അങ്ങനെയാണ്. കാരണം ഈ പാറയുടെ മുകളിൽ ശില്പത്തിന് സമീപമായി തന്നെയുള്ള കോദണ്ഡരാമ ക്ഷേത്രവും അതുപോലെ ശ്രീരാമന്റെ പാദം പതിഞ്ഞു എന്ന് വിശ്വസിക്കുന്ന ഈ പാദമുദ്രയുമെല്ലാം ഈ സ്ഥലത്തിനൊരു പവിത്രതയേകുന്നുണ്ട്. ഒപ്പം ദൈവീകമായൊരു ഫീലും. രാമായണത്തിൽ സീതയെ രക്ഷിക്കാനായി ജീവൻ ബലി കഴിച്ച ജടായു എന്ന ഒരു പക്ഷി, ആ പക്ഷിയുടെ ധീരതയെ ആസ്പദമാക്കിയ ഒരു സ്കൾപ്ചർ, അതിനു മുന്നിൽ ഡെഡിക്കേറ്റഡ് ടു വിമൻ സേഫ്റ്റി ആൻഡ് ഓണർ എന്ന് എഴുതി വെക്കുന്നു. ഈ അത്ഭുതത്തിന്റെ ശില്പിയായ രാജീവ് ആഞ്ചൽ സാറിന്റെ പേര് ഒന്ന് സൂചിപ്പിക്കാതെ വയ്യ. അങ്ങനെ കുറേ സമയം പാറയുടെ മേലെ ചിലവഴിച്ചു. പിന്നെ ഈ സ്നാക്സ്, നാരങ്ങ വെള്ളം എല്ലാം കിട്ടുന്ന കടകൾ അവിടെ ലഭ്യമാണ് കേട്ടോ. അങ്ങനെ തിരിച്ച് ഒരു കേബിൾ കാർ യാത്ര കൂടി എക്സ്പീരിയൻസ് ചെയ്ത് കാഴ്ചകളെല്ലാം കണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡേയുടെ മെമ്മറീസും കൊണ്ടാണ് കേട്ടോ ഞങ്ങൾ അന്ന് മടങ്ങിയത്.